നമസ്കാരം. ജെ.കെയർ വ്ളോഗ്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഒരുപാട് പേര്, ഞാൻ അറിയാമല്ലോ, പാലിയേറ്റീവ് നഴ്സാണ്. വീടുകളിലേക്ക് പോകുമ്പോൾ കിടപ്പ് രോഗികളായിട്ട് വളരെയധികം ചെറുപ്പക്കാരെ കാണാം. അപ്പം എങ്ങനെയാണ് ഇവർ അപകടത്തിലായത് എന്ന് അന്വേഷിക്കുമ്പോൾ പലരും കിടപ്പിലായിട്ടുള്ളത് ഓരോ വണ്ടി അപകടങ്ങൾ, ആക്സിഡന്റ്, സ്കൂട്ടർ വന്ന് വീണിട്ട് അങ്ങനെയൊക്കെ ആയിട്ട്. ഒരു പയ്യൻ സ്കൂട്ടർ വന്ന് വീണിട്ട് കാല് മുഴുവൻ മുറിച്ച് കളഞ്ഞു. അപ്പോൾ അവൻ്റെ കണ്ടപ്പോഴാണ് എനിക്ക് ഏറ്റവും വിഷമമായത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എങ്ങനെയാണ് ഇങ്ങനെ ഈ അപകടങ്ങൾ ഉണ്ടാകുന്നത്, അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ പലതരത്തിലുള്ള അപകടമുണ്ട്. നിങ്ങൾ പത്രത്തിൽ വായിച്ചിരിക്കാം. നമ്മുടെ വടക്കാഞ്ചേരി ഭാഗത്ത് ഒരു പന്നി വാഹനത്തിൻ്റെ ടു വീലറിൻ്റെ മുന്നിലൂടെ ഓടി അവിടെ വെച്ചിട്ട് ആക്സിഡൻ്റ് ആയി. ആ പയ്യൻ തൽക്ഷണം അവിടെ വെച്ചിട്ട് തന്നെ മരിക്കുകയുണ്ടായി. ആക്ച്വലി ഹെൽമെറ്റും കാര്യങ്ങളും ഉണ്ടായിട്ടും തന്നെ അവിടെ വെച്ചിട്ട് ഈ ഒരു അപകടം ഉണ്ടായി. ഭയങ്കര പ്രശ്നങ്ങൾ. ഹെൽമെറ്റിൻ്റെ പേരിലാണ് പലർക്കും കുറച്ചെങ്കിലും ഒരു മരണത്തിൽ നിന്ന് ഒഴിവാക്കാൻ സാധിക്കുന്നത്. എന്നാലും ബാക്കിയുള്ള അപകടങ്ങളും മറ്റും അതുപോലെ തന്നെ. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് തൃശ്ശൂരത്തെ ഒരു പ്രധാന സംഘടനയായ ടു വീലേഴ്സ് അസോസിയേഷൻ, ടു വീലർ യൂസേഴ്സ് അസോസിയേഷൻ എന്നൊരു സംഘടന ടീമിൻ്റെ അടുത്തേക്കാണ്. അപ്പോൾ നമുക്ക് പരിചയപ്പെടാം. ആദ്യം ചെയർമാനെ പരിചയപ്പെടാം. ശ്രീ ജെയിംസ് മുട്ടിക്കലാണ് സംസ്ഥാന ചെയർമാൻ. അതുപോലെ തന്നെ വി ഗോപകുമാർ സാറാണ് ഇതിൻ്റെ സംസ്ഥാന സെക്രട്ടറി. അതുപോലെ മറ്റു പ്രവർത്തകര് വിൽസൺ സാർ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പരിചയപ്പെടാം. സാറ്, ഈ ഒരു സംഘടന ടു വീലർ യൂസേഴ്സ് അസോസിയേഷൻ, ഈ ഒരു സംഘടന കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? എങ്ങനെയാണ് ഇത് ജനങ്ങളിലേക്ക് ഇതിന്റെ സഹായം എത്തുന്നത്? നമ്മൾ ഈ ടു വീലർ യൂസേഴ്സ് അസോസിയേഷൻ ആരംഭിക്കാനുള്ള കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ടു വീലർ ഉപയോഗിക്കുന്നവരെ പല വിധത്തിലും സർക്കാരും പോലീസൊക്കെ ബുദ്ധിമുട്ടിക്കുന്ന ഒരവസ്ഥ വന്നിരുന്നു. അപ്പോൾ അതുകൊണ്ട് അതിനൊരു പരിഹാരം ഉണ്ടാക്കുന്നതിനായിട്ടാണ് ഞങ്ങൾ ഈ സംഘടന രൂപീകരിച്ചത്. ഏകദേശം 10 വർഷത്തിലധികമായി ഞങ്ങൾ സംഘടന രൂപീകരിച്ചിട്ട്. അപ്പോൾ ടു വീലർ ഉപയോഗിക്കുന്നവരുടെ ആവശ്യങ്ങൾ മാധ്യമങ്ങളിലൂടെ അധികാരികളുടെയും ജനങ്ങളുടെയും രാഷ്ട്രീയ നേതാക്കളുടെയൊക്കെ ശ്രദ്ധയിൽപ്പെടുത്തുക, അതിന് പരിഹാരം ഉണ്ടാക്കുക, ഇതാണ് ഞങ്ങൾ പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ഇത്രയും നാൾ കൊണ്ട് കുറേ കാര്യങ്ങളിൽ ഞങ്ങൾക്ക് ഇങ്ങനെ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് മാത്രമല്ല, ഞങ്ങൾ ഈ ടു വീലർ ഉപയോഗിക്കുന്നവർക്ക് ബോധവൽക്കരണം നടത്താനായിട്ട്, പ്രത്യേകിച്ച് പലരും പറയുന്ന അതാണ്, നമ്മുടെ ടു വീലർ ഉപയോഗിക്കുന്നവരാണ് കൂടുതൽ അപകടത്തിൽപ്പെടുന്നത്. അപ്പോൾ അതിൻ്റെ പേരിൽ കുറേ പേര് ജീവൻ നഷ്ടപ്പെടുന്നു, ജീവിതം നഷ്ടപ്പെടുന്നു. അതൊരു സത്യമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അത് ഇപ്പോഴത്തെ ചെറുപ്പക്കാർ പ്രത്യേകിച്ചും കൂടുതൽ ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളത് വളരെ ഖേദകരമായിട്ടുള്ള കാര്യമാണ്. അവർക്ക് ലൈസൻസ് കിട്ടിക്കഴിഞ്ഞു, അതുപോലെ തന്നെ ഹെൽമെറ്റ് വെച്ച് കഴിഞ്ഞാൽ ഒരു നല്ലൊരു ബൈക്കാണെങ്കിൽ അവർക്ക് കുറച്ച് കഴിവുണ്ടെങ്കിൽ എന്തും ഏത് വിധത്തിലും ഡ്രൈവ് ചെയ്യാമെന്നുള്ളൊരു ചിന്തയാണ് ജനങ്ങൾക്കുള്ളത്, പ്രത്യേകിച്ച് ചെറുപ്പക്കാർക്ക്. അപ്പോൾ ഇതിൻ്റെ പേരിലാണ് പലപ്പോഴും അപകടങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ അവർ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ കുറേ അപകടങ്ങൾ കുറയ്ക്കാൻ പറ്റും. കാരണം എന്താണെന്ന് വെച്ചാൽ, ഇത് വെറും 2 ചക്രത്തിൽ പോകുന്ന ഒരു വാഹനമാണ് ടു വീലർ എന്ന് പറയുന്നത്. അതൊരു സർക്കസ് പോലെയാണ്. നമ്മുടെ ചെറിയൊരു അപാകത കൊണ്ട് വലിയ അപകടങ്ങൾ ഉണ്ടാകും. ഒരു നിമിഷം കൊണ്ട് തന്നെ അവരുടെ ജീവിതം നശിക്കും, അവരുടെ കുടുംബത്തിന് വലിയ ബാധ്യതകൾ വരുത്തും, അതുപോലെ വലിയ ബുദ്ധിമുട്ടുകൾക്ക് എത്തുന്നുള്ള കാര്യം പലപ്പോഴും അവർ ചിന്തിക്കുന്നില്ല. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളാണ് ഞങ്ങൾ ഈ ടു വീലർ ഉപയോഗിക്കുന്നവരോട് പറഞ്ഞു കൊടുക്കുന്നത്. അതായത് പ്രധാനമായിട്ടും ടു വീലർ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ അതിൻ്റെ സ്പീഡ് ലിമിറ്റ്. നമ്മുടെ ഏറ്റവും കൂടുതൽ അപകടങ്ങൾ ഉണ്ടാക്കുന്നത് 2 വാഹനങ്ങളുടെ, അതായത് ഒന്ന് ടു വീലറുകളുടെ അമിതവേഗതയും അതുപോലെ തന്നെ മറ്റ് വാഹനങ്ങളുടെ, കാറോ ബസ്സോ അല്ലെങ്കിൽ ട്രിപ്പറോ അതുപോലുള്ള മറ്റ് വാഹനങ്ങളുടെയും അമിതവേഗം. ഇതാണ് പ്രധാനമായിട്ട് നമ്മുടെ കേരളത്തിലെ റോഡ് അപകടങ്ങൾക്ക് കാരണമായിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ചെയ്യാവുന്ന, ടു വീലർ ഉപയോഗിക്കുന്നവർക്ക് ചെയ്യാവുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു 40-50 കിലോമീറ്റർ സ്പീഡിൽ മാത്രം പോയിക്കൊണ്ടിരിക്കുക. വളരെ എമർജൻസി ഉണ്ടെങ്കിൽ മാത്രമേ അതിനേക്കാൾ കൂടുതൽ സ്പീഡ് എടുക്കാൻ പാടുള്ളൂ. എന്ന് തന്നെയുമല്ല, നമ്മൾ സ്പീഡ് കുറച്ച് കൂട്ടി 50 എന്നുള്ളത് 60 ആക്കി 70 ആക്കി 80 ആക്കുമ്പോൾ അതുകൊണ്ട് വലിയ സമയലാഭമൊന്നും നമുക്ക് കിട്ടുന്നില്ല. വളരെ നിസ്സാരമായിട്ടുള്ള 10 മിനിറ്റോ 15 മിനിറ്റാണ് നമുക്ക് സാധാരണ നേട്ടം കിട്ടുക. പക്ഷെ അതിനു വേണ്ടി നഷ്ടപ്പെടേണ്ടി വരുന്നത് നമ്മുടെ ജീവിതം, നമ്മുടെ മാത്രമല്ല കുടുംബത്തിൻ്റെ ജീവിതം മുഴുവൻ താറുമാറാവുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് പറയാനുള്ള കാര്യം വെച്ചാൽ, നമ്മൾ എന്ത് തന്നെ എത്ര നല്ല ബൈക്കായാലും, നമ്മൾ എത്ര കഴിവുള്ള വ്യക്തിയാണെങ്കിലും, എത്ര നമുക്ക് സ്വാധീനം ഉണ്ടെങ്കിലും, നമ്മുടെ ടു വീലർ ഉപയോഗിക്കുന്നത് പരമാവധി ഒരു 40-50 കിലോമീറ്റർ സ്പീഡിൻ്റെ ഉള്ളിൽ പോവുക. അങ്ങനെയാണെങ്കിൽ എന്തുണ്ടാകും വെച്ചാൽ, നമ്മുടെ റോഡുകൾ കേരളത്തിലൊരു പ്രത്യേകതയുണ്ട്. നമ്മുടെ റോഡുകൾ തന്നെ പല അപാകതകളുണ്ട്. അതുപോലെ അത് മാത്രമല്ല, ധാരാളം ജനത്തിരക്കുള്ള റോഡുകളാണ്. അവിടുന്ന് ഇവിടുന്നും ചെറിയ ചെറിയ റോഡുകൾ വന്ന് ചേരുന്ന റോഡുകളാണ് നമ്മുടെ പ്രധാന റോഡുകൾ. അപ്പോൾ അവിടേക്കൊക്കെ പെട്ടെന്ന് ഏത് നിമിഷമാണ് മറ്റു വണ്ടികൾ വരിക, അല്ലെങ്കിൽ മറ്റ് കാൽനട യാത്രക്കാർ വരിക, അല്ലെങ്കിൽ ഇപ്പോൾ കാണുന്നതാണ് മറ്റ് വന്യമൃഗങ്ങൾ, അതായത് ഇപ്പോൾ പന്നികളോ കാട്ടുപന്നി, അതുപോലെ തെരുവ് നായ്ക്കൾ, ഇതൊക്കെ വന്ന് ഇടിച്ചിട്ട് ഒരു ചെറിയൊരു തട്ട് തട്ടിയാൽ മതി, നമ്മളുടെ ബാലൻസ് തെറ്റിപ്പോവുകയും നമ്മൾ വലിയ അപകടത്തിൽ ചെന്ന് പെടുകയും ചെയ്യും. ഇത്
ഇതുകൊണ്ടൊന്നും ഒരു ഹെൽമെറ്റ് വെച്ചതുകൊണ്ട് പലപ്പോഴും പലരുടെയും ധാരണ അത് വിധത്തിലുള്ള പരസ്യങ്ങളാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഹെൽമെറ്റ് വെച്ചാൽ അതാണ് ഏറ്റവും വലിയ സുരക്ഷ, ഹെൽമെറ്റ് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഒന്നും ഭയപ്പെടേണ്ട എന്നുള്ള ധ്വനി ഉണ്ടാക്കുന്ന വിധത്തിലുള്ള പരസ്യങ്ങളാണ് നമ്മുടെ പല ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. അതിൻ്റെ പേരിൽ ചെറുപ്പക്കാരെന്താ വെച്ചാൽ ഹെൽമെറ്റ് നല്ല 2000-3000 രൂപയുടെ ഹെൽമെറ്റ് വെച്ചു, നല്ലൊരു ബൈക്കാണെങ്കിൽ പിന്നെ നമുക്ക് വേറെ ഒന്നും ഭയക്കേണ്ടതില്ല എന്നുള്ള വിധത്തിലാണ് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് നമ്മളറിയാതെ ഏതെങ്കിലും കാൽനട യാത്രക്കാർ പെട്ടെന്ന് റോഡ് ക്രോസ് ചെയ്ത് വരും. അവരുടെ തെറ്റുകൊണ്ടായിരിക്കാം, അവർ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാതെ വരുന്ന ആളുകൾ കുറേ ഉണ്ട്. ചിലരൊക്കെ ഒരു ഭാഗത്തേക്ക് മാത്രം നോക്കും, മറ്റു ഭാഗത്തേക്ക് നോക്കില്ല. ധാരാളം അപകടങ്ങൾ നമ്മൾ ഉണ്ടായിട്ടുള്ള കാഴ്ചകൾ നമ്മൾ CCTVയിലൊക്കെ കാണുന്നതാണ്. അതുപോലെ തന്നെയാണ് മറ്റു വാഹനങ്ങൾ, ഓട്ടോറിക്ഷ ആയാലും കാറായാലും ടിപ്പറായാലും ബസ്സായാലും ഒക്കെ അവരൊരു ശ്രദ്ധയില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു പോകുന്നത്, വഴിയിൽ റോഡ് ക്രോസ് ചെയ്ത് പോകുന്നത് കാണാം. അവരെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ അവർക്കൊന്നും സംഭവിക്കാനില്ല, ഒന്ന് വണ്ടിയുടെ പെയിൻറ്റ് പോവുള്ളൂ. പക്ഷെ നമ്മുടെ ജീവിതമാണ് നഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് നമ്മളാണ് കൂടുതൽ ശ്രമിക്കേണ്ടത്. എന്ത് അപകടം ഉണ്ടായാലും ഏറ്റവും കൂടുതൽ ഇതിൻ്റെ ദൂഷ്യങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നത് 2 വീലർ യാത്രക്കാരാണ്. അതുകൊണ്ട് തന്നെ അവർ വളരെയധികം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അവർ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ചില കാര്യങ്ങൾ മാത്രം ഞാൻ സൂചിപ്പിക്കുകയാണ്. അതായത് ഈ 2 വീലർ മേടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അത് സർവീസ് ചെയ്യേണ്ടത് കൃത്യമായിട്ടുള്ള ഇടവേളകളിൽ സർവീസ് ചെയ്യണം. നമ്മൾ ബ്രേക്കും മറ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് ഓടിക്കുന്നവർക്ക് അറിയാൻ പറ്റില്ല. അതുപോലെ തന്നെ വണ്ടികളുടെ ടയർ, അതിൻ്റെ തേയ്മാനം കൂടുതൽ ആയിക്കഴിഞ്ഞാൽ, അതിൻ്റെ കട്ടകൾ തേഞ്ഞു പോയി കഴിഞ്ഞാൽ നമ്മൾ ബ്രേക്ക് ചെയ്താലും വണ്ടി കിട്ടില്ല. അപ്പോൾ അങ്ങനെയൊക്കെ കുറേ അപകടങ്ങളുണ്ടാവും. അതുപോലെ തന്നെ നമ്മൾ ലെഫ്റ്റ് സൈഡിൽ കൂടെ ഓവർടേക്ക് ചെയ്യാൻ ശ്രമിക്കരുത് ഒരിക്കലും. പലപ്പോഴും 2 വീലർ യാത്രക്കാർ ഒരു ഹോൺ അടിക്കുക പോലും ചെയ്യാതെ വലിയ വാഹനങ്ങളുടെ കാറായാലും ബസ്സായാലും അതിൻ്റെ ഇടതുവശത്ത് കൂടെ ഓവർടേക്ക് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റ് വലതുവശത്തിരിക്കുന്ന ഡ്രൈവർക്ക് ഇത് ശ്രദ്ധിക്കാൻ പറ്റിയെന്ന് വരില്ല. അവർ എന്തെങ്കിലും കാരണവശാൽ പെട്ടെന്ന് ഇടതുവശത്തേക്ക് വെട്ടിച്ച് കഴിഞ്ഞാൽ നമ്മൾ വണ്ടിയുടെ അടിയിൽ പോകും. അത് പലരും 2 വീലർ യാത്രക്കാർ പലപ്പോഴും ശ്രദ്ധിക്കാതെ ചെയ്യുന്ന ഒരു ഇതാണ്. അവർക്കൊരു നിമിഷമോ 2 നിമിഷം ലാഭം കിട്ടുള്ളൂ, അതിനുവേണ്ടി അവരുടെ ജീവിതം നശിപ്പിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ അനുഭവിച്ചു കഴിഞ്ഞവർക്ക് പിന്നീട് മറ്റുള്ളവർ പറയാൻ പറ്റില്ല, ഞാനിങ്ങനെ ഇടതുവശത്തോടെ പോയതുകൊണ്ടാണ് അപകടം ഉണ്ടായെന്ന് അവർക്ക് മറ്റുള്ളവർ പറയാൻ പറ്റില്ല. അപ്പോൾ നമ്മളിത് ശ്രദ്ധിക്കുന്നവർക്ക്, അത് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നവർക്ക് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതാണ് കൂടുതൽ അപകടങ്ങൾക്ക് കാരണമാകുന്നത്. അതുപോലെ തന്നെ ഇപ്പോഴത്തെ പുതിയ മോഡൽ ആക്റ്റീവ പോലെയുള്ള സ്കൂട്ടറുകളുണ്ട്. അത് നമ്മൾ ഓണാക്കി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കുട്ടികളൊക്കെ കയറ്റുമ്പം പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം അത് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇതിൻ്റെ ആക്സിലറേറ്ററിലും തൊട്ട് കഴിഞ്ഞാൽ, കുട്ടികൾ അറിയാതെ തൊട്ട് കഴിഞ്ഞാൽ വണ്ടി കണ്ട് കുതിക്കുകയാണ്, മുന്നോട്ട് കുതിക്കും. അപ്പോൾ അങ്ങനെ ധാരാളം അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് കുട്ടികളെ കൊണ്ടുപോകുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരിക്കലും സ്റ്റാർട്ട് ചെയ്ത വണ്ടികളിലേക്ക് കുട്ടികളെ കയറ്റരുത്. കുട്ടികൾ കയറി കഴിഞ്ഞതിന് ശേഷം മാത്രം വണ്ടി സ്റ്റാർട്ട് ചെയ്യുക. അങ്ങനെയുള്ള ചില കൊച്ചു കൊച്ചു കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് കുറേ അപകടങ്ങൾ ഒഴിവാക്കാൻ പറ്റും. ഓക്കെ. അതുപോലെ തന്നെ മദ്യപാനം, ഇപ്പൊ സാറ് പറഞ്ഞു ഇത്തരത്തിലുള്ള കാര്യങ്ങളെ പറ്റി പറഞ്ഞു. അതുപോലെ തന്നെ 2 വീലറുകാർക്കുള്ള മദ്യപിച്ച് ഓടിക്കല് അല്ലേ, പല ആഘോഷവേളകളിലും മദ്യപിച്ചിട്ട് രാത്രിയൊക്കെ പോയിട്ട് വണ്ടി ഇടിച്ച് കിടക്കുന്ന നമ്മൾ അവരവരുടെ ശ്രദ്ധ കുറവ് തന്നെ. ഞാനിത് അവനവൻ്റെ എൻ്റെയും കൂടിയിട്ടാണ് ഞാൻ പറയണത്. കാരണം എന്താ വെച്ചാൽ ഞാനും 2 വീലർ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ഒരാളാണ്. നമുക്ക് ഏറ്റവും എളുപ്പം എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു കാർ എടുത്തിട്ട് പോണേക്കാളും ഏറ്റവും എളുപ്പം ഒരു 2 വീലർ ഉണ്ടെന്ന് വെച്ചാൽ നമുക്ക് എല്ലാ കാര്യങ്ങളും നമ്മുടെ കുറച്ചുകൂടെ വേഗത്തിൽ നടക്കുമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. കാറൊക്കെ എവിടെയെങ്കിലും കൊണ്ടിടാനൊക്കെ ബുദ്ധിമുട്ട്, 2 വീലർ ഉണ്ടെങ്കിൽ ഏതെങ്കിലും ഗ്യാപ്പിൽ അങ്ങനെ കയറാന്നൊക്കെയാണ് നമ്മൾ വിചാരിക്കുന്നത്. പക്ഷെ അത് തെറ്റാണ്, അറിയാം. അപ്പോൾ അതുപോലെ തന്നെ മദ്യപാനം മൂലം ഉണ്ടാവുന്ന അപകടങ്ങളും അതിലെ എന്താണ് സാറിന് പറയാനുള്ളത്? ഈ 2 വീലർ എന്ന് പറഞ്ഞ വാഹനം, 2 വീലർ ഏത് ടൈപ്പ് വാഹനമായാലും ഈ വണ്ടി ശരിക്കും യാതൊരു ബാലൻസ് ഇല്ലാത്ത വണ്ടിയാണ്. മദ്യപിച്ച് വണ്ടി ഓടിച്ചാൽ, മദ്യപിച്ച് 2 വീലറിനല്ല വേറെ ഒരു വണ്ടിയും ഓടിച്ചാലും മദ്യപാനം ഒരിക്കലും ഡ്രൈവിങ്ങിന് പറ്റിയതല്ല. അത് കാരണം മദ്യപിച്ച് വണ്ടി ഓടിക്കാൻ പാടില്ല എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. പിന്നെ കൂടാതെ 2 വീലേഴ്സ് ഉപയോഗിക്കുന്നവർ കുറച്ച് ഡിസിപ്ലിൻ, റോഡ് മര്യാദ പാലിക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ റോഡിൻ്റെ അരികത്ത് കൂടെ പോകാൻ മാത്രം നമുക്ക് പാടുള്ളൂ. അതേപോലെ റോഡിൻ്റെ സെൻട്രൽ ലൈനെ കുറിച്ച് നമ്മൾ പഠിക്കണം. എതിരെ വരുന്ന വണ്ടി ഈ സെൻട്രൽ ലൈൻ വിട്ട് നമ്മുടെ ഏരിയയിലേക്ക് വരികയോ നമ്മൾ അവരുടെ ഏരിയയിലേക്ക് പോവുകയോ ചെയ്യുമ്പോഴാണ് ആക്സിഡൻറ്റ് ഉണ്ടാകുന്നത്. അപ്പോൾ റോഡ് മര്യാദകൾ, റോഡ് നിയമങ്ങൾ ആദ്യം ശരിക്കും പഠിക്കേണ്ടതാണ്. ഗവൺമെൻറ് അതിന് ഉതകുന്ന തരത്തിൽ ഗവൺമെൻറ്റോ നിങ്ങൾ വ്ളോഗർമാരോ അങ്ങനെയുള്ള കുറേ വീഡിയോസ് നമ്മുടെ യൂട്യൂബിലിടുന്നത് വളരെ ഗുണകരമായിരിക്കും. കാരണം ഇപ്പോഴും റോഡിൻ്റെ മര്യാദ അല്ലെങ്കിൽ റോഡിന് വേണ്ട ഡിസിപ്ലിൻ
ആർക്കും അറിയില്ല. സാർ ഞങ്ങളിപ്പോ ഇങ്ങോട്ട് വരുമ്പോൾ ഞാൻ എൻ്റെ 2 വീലർമേലാണ് വന്നിരുന്നത്. എൻ്റെ കൂടെ ക്യാമറാമാനായിട്ടുള്ള നമ്മളെ ശൈലജ ചേച്ചി ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ 2 പേര് ഹെൽമെറ്റൊക്കെ ധരിച്ച് ഞങ്ങൾ കൃത്യമായിട്ട് തന്നെയാണ് വന്നിരുന്നത്. ഞങ്ങളുടെ വേഗത എന്ന് പറയുന്നത് 40 കിലോമീറ്റർ തന്നെയായിരുന്നു. പക്ഷേ ഞങ്ങൾ ഇങ്ങോട്ട് വരും, ഞാൻ ഈ കുരിയച്ചിറ വഴിക്കാണ് വന്നത്. ഞങ്ങൾ ഇങ്ങോട്ട് ഞങ്ങളുടെ റൂട്ടിലൂടെ വരുമ്പോൾ ഓപ്പോസിറ്റ് ആ ഭാഗത്ത് കൂടി കാറുകൾ പോകുന്നുണ്ട്. പെട്ടെന്ന് ഒരു ട്രാൻസ്പോർട്ട് ബസ് വന്ന് ഓവർടേക്ക് ചെയ്ത് വന്നു. സത്യം പറഞ്ഞാൽ പെട്ടെന്ന് പേടിച്ചു. ഞാനിവിടെ എന്താ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, നമുക്ക് എത്താൻ പറ്റുമോ, വണ്ടി ഇടിക്കും, ആകെ ടെൻഷനായി പോയി. പെട്ടെന്ന് ഞാൻ അങ്ങനെ സൈഡിൽ കൂടെ ഇങ്ങനെ എടുത്ത് ഒന്ന് നിർത്തി. കാരണം ഇത്രയും വലിയ വാഹനത്തിന് മുന്നിൽ നമ്മൾ തല്ല് പിടിക്കാനോ അല്ലെങ്കിൽ എന്താ പറയുക അതിന് വേണ്ടിയിട്ട് നമ്മൾ അർത്ഥമില്ല അതിൽ. അപ്പം ഞാൻ വേഗം സൈഡിലേക്ക് എടുത്തു. അവർ എന്നെ ഒന്ന് ശ്രദ്ധിക്കാണ്ട് എൻ്റെ അടുത്ത് കൂടെ പാഞ്ഞവർ പോയി. അപ്പം ഇങ്ങനെ ഒരു ഇതിൽ എനിക്ക് അപകടം പറ്റിക്കഴിഞ്ഞാൽ അവിടെ നമുക്ക് എന്തെങ്കിലും നിയമവ്യവസ്ഥ നമ്മളോടൊപ്പം നിൽക്കുമോ? ഇന്ന് പല ഭാഗങ്ങളിലും CC ക്യാമറ അങ്ങനെ പല കാര്യങ്ങളുണ്ട്. നമ്മൾക്ക് ഈ അപകടം സംഭവിച്ച സ്ഥലത്ത് നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് നമ്മളെ അപകടപ്പെടുത്തിയ വാഹനത്തിൻ്റെ നമ്പർ, നമ്മളോ നമ്മുടെ കൂടെയുള്ള ആളോ അല്ലെങ്കിൽ ആ പരിസരത്തുള്ള ആരെങ്കിലും അത് നോട്ട് ചെയ്യണം. രണ്ടാമത്തെ കാര്യം, പരിസരത്ത് CC ക്യാമറ ഉണ്ടെങ്കിൽ അതിൻ്റെ ഫുട്ടപ്പ് എടുക്കണം. കാരണം എന്താ വെച്ചാൽ അതിൽ വ്യക്തമായിട്ട് ഈ ആക്സിഡൻറ്റിനെ കുറിച്ച് മനസ്സിലാക്കാൻ ഗവൺമെൻറ്റിന് സാധിക്കും. പിന്നെ ഇത് ഇന്ന് പലരും തിരക്ക് പിടിച്ചുള്ള ഓട്ടമാണ്. അതിലെനിക്ക് മനസ്സിലാവാത്തൊരു കാര്യമുണ്ട്. ഈ രാവിലെ 10 മണി വരെയുള്ള കാര്യങ്ങൾ തിരക്കിൽ ജനം പോകുന്ന നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ ഈ 10 മണിക്ക് ശേഷം ആർക്കാ തിരക്കുള്ളത്? ഒരു 5 മണി വരെ ആർക്കാ തിരക്കുള്ളത്? ഇല്ല. ഈ 5 മണി വരെ വരുന്നവർ സാധാരണ ലേസി ആയിട്ട് പോകേണ്ടവർ. എനിക്ക് അവർക്ക് അവരുടെ കുടുംബ പ്രശ്നങ്ങൾ അങ്ങനെ എന്തെങ്കിലും വല്ല പർച്ചേസോ അങ്ങനെയൊക്കെ ആയിട്ട് പോകുന്നവരായിരിക്കും. അവർക്ക് എന്താ തിരക്ക്? പക്ഷേ ആ സമയത്താണ് അപകടം കൂടുന്നത്. രാവിലെ പോകുന്ന ഈ ഒഫീഷ്യൽസാണ്. അവരവരുടെ കമ്പനികളിലെ ഓരോ പ്രോട്ടോക്കോളും കമ്പനികളുടെ ഡിസിപ്ലിനും അതവർ റോട്ടിൽ പാലിക്കുന്നുണ്ടെന്നാണ് എൻ്റെ ഊഹം. എല്ലാം ഞാൻ പറയുന്നില്ല. അതേപോലെ ഈ ട്രാൻസ്പോർട്ട് ബസ്സുകാർക്ക് ഈവൻ ഫോറസ്റ്റിൽ വരെ ഇങ്ങനെ ബസ് ഡീൽ ചെയ്യണം. ഒരു എലിഫൻറ്റ് വന്നാൽ അതിനെ ഇങ്ങനെ മറികടക്കാം, അല്ലെങ്കിൽ സേഫായിട്ട് നമുക്ക് മുന്നോട്ട് പോകാം എന്ന് വരെ പഠിപ്പിക്കണ അവരെ സത്യം പറഞ്ഞ റോഡ് മര്യാദകൾ കൂടെ പാലിക്കണം. അവർ പഠിപ്പിക്കണം. പ്രത്യേകിച്ചും പ്രൈവറ്റ് ബസ്സായാലും ട്രാൻസ്പോർട്ട് ബസ്സായാലും. അവർ മാത്രം പോരാ, കാർ ഓടിക്കുന്നവരും എല്ലാവരും. കാരണം ഈ 2 വീലർ എന്ന് പറഞ്ഞ സംഗതി ഒരു ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായാൽ, ഒരു ഷോക്ക് ഉണ്ടായാൽ, മെൻ്റൽ ഷോക്ക് ഉണ്ടായവരെ നമ്മൾ മറഞ്ഞു പോകുന്നൊരു സംഗതിയാണ് 2 വീലർ. അപ്പോൾ അത് കാരണം 2 വീലേഴ്സ് ഒന്നാമത് ഓടിക്കുന്നത് നമ്മൾ റോഡ് മര്യാദകൾ മാക്സിമം അതിൻ്റെ 99% പാലിച്ച് വേണം നമ്മൾ പോകാൻ. മറ്റ് വണ്ടിക്കാർ ഇങ്ങനൊരു വണ്ടി കൂടി റോട്ടിലുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കി അതിന് വേണ്ട മര്യാദ കൊടുത്തായിരിക്കും അവർ പോകേണ്ടത്. ഇത് എനിക്ക് തോന്നുന്നത് നമ്മുടെ കേരളത്തിലാണ് ഇത് ഏറ്റവും കൂടുതൽ. മറ്റുള്ള ഇപ്പോൾ സ്റ്റേറ്റുകളിലൊക്കെ ഇത് കുറവാണ് അപകടം. എനിക്ക് തോന്നുന്നു അവർ കുറച്ചും കൂടെ റോഡ് മര്യാദ പാലിക്കുന്നുണ്ട്. നമുക്ക് ഈ റോഡ് മര്യാദ എന്താണെന്ന് അറിയില്ല. അതുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്. അപ്പോൾ വിൽസൺ സാറ് നമസ്കാരം. ഇപ്പോൾ സാറ് പറഞ്ഞു കാട്ടിലത്തെ നിയമങ്ങൾ, അതായത് ഒരു ആന വന്നാൽ എങ്ങനെയാണ് അവിടെ ചെയ്യേണ്ടത്, വണ്ടി നിർത്തണം, അതുപോലെ തന്നെ ഓണടിക്കാതെ സൈഡിൽ, അങ്ങനെയൊക്കെ എന്തൊക്കെയോ നിയമങ്ങളുണ്ടല്ലോ. അപ്പോൾ അതെല്ലാം ഡ്രൈവർമാരെ പഠിപ്പിച്ചുകൊണ്ടാണ് ആ ഭാഗത്തേക്കുള്ള ഓട്ടത്തിന് വിടുന്നത്. എനിക്ക് തോന്നുന്നു ഇപ്പം ഞാൻ ഒരു നഴ്സ് എന്നുള്ള രീതിയിൽ ഞാൻ പറയാം, ഞങ്ങളൊക്കെ എപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ് പുതിയ കാര്യങ്ങൾ. ഇതുപോലെ ഈ ഡ്രൈവർമാരെ, അതായത് ഞാനൊരു 2 വീലർ ഡ്രൈവർമാരെ എന്നല്ല ഉദ്ദേശിക്കുന്നത്, എല്ലാ ഡ്രൈവർമാർക്കും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കൊടുത്തുകൊണ്ടേ ഇരിക്കണ്ട വാണിങ്ങുകൾ. അത് കൃത്യമായ രീതിയിൽ സർക്കാർ ചെയ്യുന്നു എന്ന് ഉറപ്പുണ്ടോ? ഇല്ലെങ്കിൽ ആ നിയമങ്ങൾ പാലിച്ചില്ലെങ്കിൽ, ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഇങ്ങനെയൊക്കെ വരുമ്പോൾ പുറമെയുള്ള രാജ്യങ്ങളിൽ നല്ല കടുത്ത ശിക്ഷാ രീതികളൊക്കെ ഉണ്ട്. നമ്മുടെ ഇവിടെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ആർക്കും പേടിയില്ല. ഇത് വന്നാലും ഈ നിയമപ്പഴുതിലൂടെ നമുക്ക് രക്ഷപ്പെടാം എന്നൊരു തോന്നല് പല ഡ്രൈവർമാരുടെ ഉള്ളിലുള്ളത് കൊണ്ടാണ് എങ്ങനെ വേണമെങ്കിലും പോവാം എന്നുള്ളത്. ഇപ്പൊ ഫ്രീക്ക് പയ്യന്മാരുടെ കാര്യം പറയും. ഫ്രീക്ക് പയ്യന്മാരാരും എന്നോട് പരിഭവപ്പെടേണ്ട. പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട് ഒരു എന്ന് പറഞ്ഞിട്ട് ഒരു പോക്കാണ് നമ്മുടെ അടുത്ത് കൂടെ. നമ്മളാകെ പെട്ടെന്ന് ലേഡീസൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് ആകെ ഷേക്ക് ചെയ്ത് വണ്ടി എങ്ങോട്ടാ പോകണമെന്ന് പറയാൻ പറ്റില്ല. അപ്പൊ അങ്ങനെയുള്ളതിനൊക്കെ ഒരു അടുത്ത നിയമത്തിലൂടെ നിർത്തലാക്കണോ, അതോ അവരങ്ങനെ തന്നെ അവരുടെ ആ പ്രായത്തിന്റെ അനുസരിച്ചിട്ട്
എന്താണ് സാറിന്റെ അഭിപ്രായം? എങ്ങനെയാണ് അതിന്റെ? നമ്മുടെ കുട്ടികൾക്കൊക്കെ നമ്മൾ എന്ത് ചെയ്തു കൊടുക്കാനും മടിയില്ലാത്തൊരു കാലമാണ്. നമ്മൾ സാമ്പത്തികമായി ഇന്ന് എത്ര പാവപ്പെട്ടവനും ഏത് വലിയ വാഹനങ്ങളും ലക്ഷങ്ങൾ വില വരുന്ന 2 വീലർ വരെ മേടിച്ചു കൊടുക്കാൻ പ്രാപ്തിയുണ്ട്. ഈ അടുത്ത ദിവസങ്ങളിലാണ് ഒരു അമ്മ വിദ്യാഭ്യാസം പൂർത്തിയാക്കി വിജയിച്ച ഒരു മകന് വേണ്ടിയിട്ട് ഒരു വാഹനം മേടിച്ചു കൊടുക്കുകയും അത് ടെസ്റ്റ് ചെയ്യാൻ ഷോറൂമിൽ ചെന്ന് വാഹനം പുറത്തേക്ക് എടുക്കുന്നതിനിടയിൽ അതിദാരുണമായ അപകടത്തിൽ മരണപ്പെടുകയും ഉണ്ടായി. ഇത്തരം സന്ദർഭങ്ങളിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ സ്നേഹം ഒരു പരിധിവരെ ഉള്ളിലൊതുക്കുകയും നമ്മുടെ മകൻ്റെ കഴിവ് ഒരമ്മയോളം അല്ലെങ്കിൽ ഒരു അച്ഛനോളം ആ കുട്ടിയുടെ കഴിവുകൾ അറിയുന്നവരാരുമില്ല. അവരവരുടെ യോഗ്യത കഴിവിനനുസരിച്ചുള്ള വാഹനം, ആ വാഹനത്തിൻ്റെ സ്പീഡ് എത്ര വരെ പോകാം, അതിനുള്ള ലിമിറ്റുകൾ എന്തൊക്കെയുണ്ട്, അതിൻ്റെ സൗകര്യങ്ങൾ എന്തുണ്ട്, അതിൻ്റെ സേഫ്റ്റി, ഈ കുട്ടിയുടെ ചിന്താഗതികൾ അതൊക്കെ മനസ്സിലാക്കി അതിനനുസരിച്ചൊരു വാഹനം മേടിച്ചു കൊടുക്കുകയും അതോടൊപ്പം നമ്മുടെ ഫാമിലിയെക്കുറിച്ചുള്ള ജീവിതത്തിൻ്റെ മറ്റ് കാഴ്ചപ്പാടുകൾ, നാളെ നമ്മുടെ ആഗ്രഹങ്ങൾ ഇതൊക്കെ നടപ്പാക്കാൻ ഈ മകനും കൂടി വേണം. മകൻ്റെ സമ്പാദ്യം നമുക്ക് ആവശ്യമുണ്ട്. മകൻ്റെ ജീവന് എന്തെങ്കിലും പറ്റുമ്പോൾ നമ്മുടെ മനസ്സും നമ്മുടെ കുടുംബത്തിലുള്ള ഒരു മനസ്സും മാത്രമാണ് തകരുന്നത്. മറിച്ച് സുഹൃത്തുക്കളോ മറ്റു ബന്ധുക്കളോ കേവലം ഒരു മരണം, പണ്ടൊക്കെ ഒരു മരണം എന്ന് പറഞ്ഞാൽ ഒരു പ്രദേശം മുഴുവൻ ആ മരണത്തിൽ ദുഃഖിക്കുന്നു. ഇന്ന് തൊട്ട വീട്ടിൽ ഒരാൾ മരിച്ചാൽ ആ സമയത്ത് മാത്രം പോയി മുഖം കാണിച്ചു പോരുന്ന ഒരു മയമില്ലാത്ത ജീവിതമായി നമ്മുടെ ഇന്ന് മാറിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ അപകടങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള സാഹചര്യങ്ങളാണ് ഒരുക്കേണ്ടത്. ഇപ്പോൾ തൃശ്ശൂർ റൗണ്ടിനെ സംബന്ധിച്ച് തന്നെ പറയുകയാണെങ്കിൽ 2 വീലർക്ക് പോകാനായിട്ട് ഒരു ചെറിയ റൂട്ട് നമ്മൾ ലൈൻ ഇട്ട് വെക്കണമെന്ന് പറഞ്ഞിരുന്നു. പല പ്രാവശ്യം 2 വീലേഴ്സ് അസോസിയേഷൻ ഈ ആവശ്യം സർക്കാരിലേക്ക് ഉന്നയിച്ചു. മന്ത്രിയെ കണ്ടു പറഞ്ഞു, പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിനെ കണ്ടു പറഞ്ഞു. ഈ മെയ് 1-ാം തീയതി നമ്മുടെ ഗണേഷ് കുമാർ മന്ത്രിയായതിനു ശേഷം മാർച്ച് 1 തൊട്ട് പ്രാബല്യത്തിൽ വരുത്തുമെന്നും പറഞ്ഞു. പക്ഷേ ഒന്നും സംഭവിച്ചില്ല. ഗണേഷ് കുമാർ കേരളത്തിൽ വളരെ വലിയ വികസനങ്ങൾ നടത്തുന്നുണ്ട്, അതൊക്കെ ഞങ്ങൾ സമ്മതിക്കുന്നു. എങ്കിലും യൂത്തിൻ്റെ ജീവൻ സംരക്ഷിക്കുകയും അതോടൊപ്പം ഒരു കുടുംബം മുഴുവൻ അനാഥമാകാതിരിക്കാൻ വേണ്ട പ്രത്യേക മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിക്കുകയും അവർക്ക് പല രീതിയിലുള്ള ട്രെയിനിങ്ങുകൾ നൽകുകയും വിദ്യാഭ്യാസത്തിൽ വാഹനം ഓടിക്കുന്നതിനാവശ്യമായ പ്രാക്ടിക്കലല്ല വേണ്ട നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ട് അവരുടെ മനസ്സിൽ ഒരു വാഹനം ഓടിക്കുമ്പോൾ വലതുവശം ചേർന്ന് പോകാൻ പാടില്ല, ഇടതുവശം ചേർന്ന് പോകണം എന്ന് അവരെ പഠിപ്പിക്കുകയും വലതുവശം ചേർന്ന് പോകുമ്പോൾ ഉണ്ടാകാവുന്ന അപകടങ്ങളുടെ സാധ്യതകൾ നമ്മൾ വീഡിയോ ഗെയിമിലൂടെയോ മറ്റ് TV ചാനലിലെ മറ്റ് പ്രോഗ്രാമുകളിലൂടെയോ നിരന്തരം അവരുടെ മനസ്സിലേക്ക് എത്തുന്നതിന് വേണ്ടി വേണ്ട ഓരോ പ്രോഗ്രാമുകൾ അറേഞ്ച് ചെയ്യണം. അതോടൊപ്പം ഒരു കുടുംബം നഷ്ടപ്പെടുമ്പോൾ ആ മരണത്തിന് ശേഷം ആ വീട്ടുകാർക്കുണ്ടാകുന്ന ദുഃഖം, അതിൻ്റെ മറ്റ് പ്രതിസന്ധികൾ എന്തൊക്കെയാണെന്ന് ഇവരും ജീവിച്ചിരിക്കുമ്പോൾ കാണാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കണം. അത്തരം പ്രതിവിധികളൊക്കെ സംഘടിപ്പിച്ചുകൊണ്ട് നല്ല രീതിയിൽ നടത്താൻ ശ്രമിക്കണം സർക്കാർ. അപ്പോൾ വിൽസൺ സാറ് പറഞ്ഞത് വളരെ ന്യായമായിട്ടുള്ള ഒരു കാര്യമാണ്. എനിക്ക് തോന്നുന്നു ഇപ്പൊ നമ്മൾ തൃശ്ശൂർ റൗണ്ടിന്റെ നടുവിലാണ് നിൽക്കുന്നത്, നമ്മുടെ വടക്കുന്നാഥൻ അമ്പലത്തിന്റെ മുൻപിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഈ തൃശ്ശൂർ റൗണ്ടില് മാതൃകയാക്കി ചെയ്യേണ്ട ഒരു കാര്യമാണ് 2 വീലേഴ്സിന് പോവാനൊരു ഒരു ലൈൻ ഇട്ടിട്ട് അതിനൊരു ട്രാക്ക് 2 വീലേഴ്സിന്. അപ്പൊ പിന്നെ ധൈര്യമായിട്ട് ആ വഴിയിലൂടെ തന്നെ പോവാം. നിയമം പാലിക്കാത്തവരെ നമുക്ക് അതിനുള്ള കടുത്ത നടപടിയാക്കാം. ആക്സിഡന്റുകളുടെ എണ്ണം വളരെ കുറവായിരിക്കും. ആ പാതയിലേക്ക് മറ്റു വാഹനങ്ങൾ വരാതിരിക്കുക, അത് വളരെ നല്ലൊരു ഐഡിയ ആണ്. എനിക്കൊരു പുതുമയാർന്നൊരു ഐഡിയ ആയിട്ട് തോന്നി. കാരണം ഇപ്പൊ എനിക്കൊരു അപകടത്തിൽ പറ്റാൻ പോയത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്. സാറിന് നമുക്ക് ഇനി അതിലേക്ക് നിങ്ങളിപ്പോ കൊടുത്തിട്ടുണ്ടല്ലേ? ഞാൻ പറഞ്ഞു, അതായത് നമ്മൾ ഈ ആദ്യത്തിൽ ഈ സംഭവം ഉണ്ടായിരുന്നു. അതായത് ഈ പൂരപ്പറമ്പിനോട് ചേർന്നിട്ടുള്ള ട്രാക്ക് ഉണ്ടല്ലോ, ഈ റൗണ്ടിൽ 3 ട്രാക്ക് ഇപ്പോൾ ഓൾറെഡി ഉണ്ട്. ആ ട്രാക്കിൽ ഈ പൂരപ്പറമ്പിനോട് ചേർന്നിട്ടുള്ള ട്രാക്ക് 2 വീലർ, ഓട്ടോറിക്ഷ, കാറ് ഇത് മാത്രം ചെറുവാഹനങ്ങൾ മാത്രം പോകാൻ പാടുള്ളൂ. അതേസമയം മറ്റ് 2 ട്രാക്കുകളിൽ എല്ലാ വണ്ടികൾക്കും പോവാം, ബസ്സുകാർക്ക് പോവാം. പക്ഷെ അവർ ഈ ട്രാക്കിലേക്ക് കടക്കരുത്. ഇങ്ങനെ ഒരു ആവശ്യം ഞങ്ങൾ നിരന്തരം ആദ്യം ഉണ്ടായിരുന്നതാണ്. അത് പിന്നീട് നിർത്തലാക്കിയതാണ്. അപ്പം അങ്ങനെ നിർത്തലാക്കുന്നത് പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ബസ്സുകാരുടെ സമ്മർദ്ദമാണെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അവർക്ക് ഇത് കൺട്രോൾ ചെയ്ത് പോകാൻ അവർക്ക് ബുദ്ധിമുട്ടാണ്. അപ്പം അതുകൊണ്ട് അവരെ ആരും നിയന്ത്രിക്കുന്നത് എന്നുള്ള ഉദ്ദേശത്തിലാണെന്ന് തോന്നുന്നു. അത് നിയമം കുറച്ച് കൊല്ലങ്ങളായിട്ട് പിൻവലിച്ചിരിക്കുക. അപ്പം ഞങ്ങളിത് നിരന്തരം പോലീസ് കമ്മീഷണറെ കാണും, കളക്ടറെ കാണും, ഇങ്ങനെ അപേക്ഷ കൊടുത്തിട്ട് പോലീസ് കമ്മീഷണർ ഈ ഫെബ്രുവരി 24-ാം തീയതി ബസ് ഓണേഴ്സിൻ്റെയും ബസ് തൊഴിലാളികളുടെയും പോലീസിൻ്റെയും ട്രാഫിക് പോലീസിൻ്റെ ഒരു യോഗം വിളിച്ചു കൂട്ടി ഈ കഴിഞ്ഞ ഫെബ്രുവരി 24-ന്. എന്നിട്ട് അവർ തീരുമാനിച്ചു ഇത് പണ്ടത്തെ പോലെ ഈ റൗണ്ടിനോട് ചേർന്നിട്ടുള്ള ട്രാക്ക് ചെറുവാഹനങ്ങൾക്ക് മാത്രം, മറ്റ് 2 ട്രാക്കുകളിലൂടെ ഞങ്ങൾ പോകുള്ളൂ എന്ന് സമ്മതിച്ച് തീരുമാനമായി. അത് പത്രപ്രസ്താവന കൊടുത്തു. പോലീസ് കമ്മീഷണർ, സിറ്റി പോലീസ് കമ്മീഷണർ പത്രപ്രസ്താവന കൊടുത്തു. ഞങ്ങൾ അതിൻ്റെ കോപ്പി ഞങ്ങളുടെ കയ്യിലുണ്ട്. അത് പത്രങ്ങളിലൊക്കെ വലിയ പ്രാധാന്യത്തോടുകൂടി വന്നു. അതായത് മാർച്ച് 1 മുതൽ തൃശ്ശൂർ റൗണ്ടിൽ ലൈൻ ട്രാഫിക് നടപ്പാക്കുന്നു.
അതിൽ ചെറുവാഹനങ്ങൾക്ക് സ്പെഷ്യൽ ട്രാക്ക് ഏർപ്പെടുത്തണമെന്ന് ഫെബ്രുവരി മാസത്തിൽ തന്നെ അറിയിപ്പ് വന്നു. മാർച്ച് 1 നടപ്പാക്കുന്നു പറഞ്ഞിട്ട്. പക്ഷെ മാർച്ച് 1 കഴിഞ്ഞ് ഇന്നിപ്പോൾ മാർച്ച് 10 ഒരു നടപടി ഉണ്ടായിട്ടില്ല. അപ്പം ഞങ്ങളത് വീണ്ടും അധികാരികളെ ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അവരിത് നടപ്പാക്കുന്നതിന് മുന്നേ ചില കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഒന്നാമതായിട്ട് ഈ ട്രാക്ക് മുഴുവൻ മാഞ്ഞു പോയിരിക്കുകയാണ്. ഇപ്പോൾ തൃശ്ശൂർ റൗണ്ടിൽ ഇപ്പോൾ നോക്കിയാൽ ഈ 3 ട്രാക്ക് കാണില്ല. അപ്പോൾ ഈ 2 വീലറുകൾക്കും ചെറുവാഹനങ്ങൾക്ക് പോകേണ്ട ട്രാക്ക് അത് വേണമെങ്കിൽ ഇപ്പോഴുള്ള ട്രാക്ക് കുറച്ച് വീതി കൂടുതലുണ്ട്. അത് വേണമെങ്കിൽ കുറച്ചിട്ട് ഈ കാറുകൾ വരെ മാത്രം പോകാവുന്ന ഒരു വിധത്തിൽ വീതി കുറച്ച് അവർ ചെയ്തോട്ടെ. മറ്റ് 2 ട്രാക്കോ 3 ട്രാക്കിനുള്ള സ്ഥലം അവിടെ ബാക്കിയുണ്ട്. ആ ട്രാക്ക് ക്ലിയർ ആയിട്ട് വരച്ചു കഴിഞ്ഞാൽ ഈ ട്രാക്കിലേക്ക് വലിയ ബസ് വരരുത്. ഞങ്ങൾ പറയാൻ ഇപ്പോൾ പ്രത്യേകിച്ച് കാരണം എന്ന് വെച്ചാൽ 4-5 പേര് മരിച്ചു. ഇത് പ്രത്യേകിച്ച് ഈ ട്രാക്കിൽ 3ാമത്തെ ട്രാക്കിൽ കൂടെ വന്നിട്ട് മറ്റു സൈഡിലേക്ക് ബസ് തിരിയുമ്പോൾ അതിൻ്റെ ഇടയിൽ പെട്ടുപോവാണ്. അപ്പം എല്ലാവരും സൂചിപ്പിക്കുന്നതാണ് അവർക്കൊന്നും ചെറുവാഹനങ്ങൾ യാതൊരു ശ്രദ്ധയില്ല. പ്രൈവറ്റ് ബസ്സുകാർക്ക് അവരുടെ സമയവും അവരുടെ കളക്ഷനാണ് അവർക്ക് താല്പര്യമുള്ളൂ. അപ്പം അങ്ങനെ വരുമ്പോൾ അവർ ഈ ചെറുവാഹനങ്ങൾ ശ്രദ്ധിക്കുന്നില്ല. അത് 2-3 സ്ത്രീകൾ മരിച്ചു. ഞങ്ങൾ ഒരു ദിവസം അവിടെ സമരം ചെയ്തു. അന്ന് വെറും 20 വയസ്സുള്ള ഒരു പെൺകുട്ടി മരിച്ചത്, വിദ്യാർത്ഥിനിയാണ്. അതുപോലെ തന്നെ ഒരു കോളേജ് അധ്യാപിക ഈ നമ്മുടെ നായക്കനാൽ ജംഗ്ഷനിൽ ഈ സിഗ്നൽ കണ്ട് നിർത്തിയതാണ്. സിഗ്നൽ കണ്ട് നിർത്തി വഴിക്ക് അതിൻ്റെ പിന്നിൽ നിന്ന് വന്ന പ്രൈവറ്റ് ബസ് ആ സ്ത്രീനെ ടീച്ചറെ ഇടിച്ച് വണ്ടിയും ഈ സ്ത്രീ ടീച്ചറടക്കം ചതഞ്ഞരഞ്ഞു പോയി. ഇതൊക്കെ കൂടെ നടന്നിട്ട് ഒന്നും സംഭവിക്കുന്നില്ല. ആ ബസ് ഒരാഴ്ച ശ്രദ്ധിച്ചപ്പോൾ ഈ ബസ് ഉടനെ തന്നെ ഒരു പോലീസ് കൺട്രോൾ റൂമിൽ കൊണ്ടുപോയി പിടിച്ചിട്ടു. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അവർ വീണ്ടും ഈ ട്രാക്കിൽ പോകുന്നത് ഒന്നും സംഭവിക്കുന്നില്ല. അപ്പൊ അതിൽ ഞങ്ങൾ വലിയ പ്രതിഷേധമുണ്ട്. ഞങ്ങളിപ്പോൾ ശക്തമായിട്ട് ആവശ്യപ്പെടുന്നത് ഈ ചെറു വാഹനങ്ങൾക്കുള്ള ട്രാക്ക് തൃശ്ശൂർ റൗണ്ടിൽ നമ്മൾ ലോകം മുഴുവൻ നടപ്പാക്കണമെന്നല്ല പറയും. തൃശ്ശൂർ റൗണ്ടിൽ ഉണ്ടായിരുന്നതാണ്, മാതൃകാപരമായിട്ടുള്ളതാണ്. എല്ലാ ആര് കേട്ടാലും അതിലൊരു തെറ്റ് പറയില്ല. പക്ഷെ ചിലർക്ക് തെറ്റിദ്ധാരണയുണ്ട്. ഈ ചെറുവാഹനങ്ങൾക്കുള്ള ട്രാക്ക് ഉണ്ടായി കഴിഞ്ഞാൽ അതിൽ മാത്രം ചെറുവാഹനങ്ങൾ പോകാൻ പാടുള്ളൂ എന്നുള്ള തെറ്റിദ്ധാരണയുണ്ട്. അത് ശരിയല്ല. നമ്മൾ പറയുന്നത് ഇപ്പൊ സ്ത്രീകൾക്ക് സീറ്റ് ബസ്സിൽ റിസർവ് ചെയ്ത്